അപ്പോൾ ഞാൻ എക്സ്പി ബാങ്കിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ പ്രീപെയ്ഡ് കാർഡ് ക്ലിക്ക് ചെയ്യാണ് വാലറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ റീചാർജ് ക്ലിക്ക് ചെയ്യാണ്. റീചാർജ് ക്ലിക്ക് ചെയ്ത് ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് പോയി. എന്നിട്ട് ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഒരു IDFC ബാങ്ക് അക്കൗണ്ട്, അതായത് എൻ്റെ പ്രീപെയ്ഡ് കാർഡിൻ്റെ ഉള്ളിൽ ഒരു IDFC ബാങ്കിൻ്റെ വെർച്വൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ IDFC ബാങ്ക് IFSC കോഡ്. ഓക്കെ, എൻ്റെ പേര്. അപ്പോൾ ഇത് ഞാൻ കോപ്പി ചെയ്തിട്ട് ഞാൻ ഫോൺ പേയിൽ നമ്മുടെ ഞാനിപ്പം ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ബാങ്കിൻ്റെ ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്ന പോലെ ഫോൺ പേയിൽ ഞാൻ ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ പൈസ ആഡ് ചെയ്യുന്നു. ആ പൈസ ആഡ് ചെയ്യുമ്പോൾ തിരിച്ച് ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നു, കാർഡിനകത്ത് റിഫ്ലക്റ്റ് ആവുന്നു. അപ്പം ഈ IDFCയുടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, അതൊരു വെർച്വൽ അക്കൗണ്ട് ക്രിയേറ്റ് ആവുക ചെയ്യുന്നത്. ഓരോ കാർഡിൻ്റെ ഉള്ളിലും സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് കാർഡ് പൈസ ലോഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഷോപ്പ് ചെയ്യുമ്പം ഞാൻ ആ ബില്ല് നോക്കുന്നു, 1500 ആണെങ്കിൽ 1500 മാത്രം ഞാൻ ലോഡ് ചെയ്യുന്നു, എന്നിട്ട് അത് സ്വൈപ്പ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല.